അഡ്വക്കേറ്റ്സ് വന്ന ഉടനെ തന്നെ അവർ ചോദിച്ചു വാറണ്ട് കാണണം, എന്താണ് നിങ്ങൾ. അപ്പോൾ അവർ വാറണ്ട് കൊടുക്കാനായിട്ട് സമ്മതിച്ചു. അപ്പോൾ വാറണ്ട് കൊടുക്കാൻ വിസമ്മതിച്ച് പറഞ്ഞു ഞങ്ങൾക്കത് ലീഗലാണോ, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു ഓഫീസർ പെട്ടെന്ന് അഡ്വക്കേറ്റിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ആ ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു അഡ്വക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിനും അയാൾ ക്വസ്റ്റ്യൻ ചെയ്തു, എന്ത് അധികാരത്തിലാണ് ചോദിച്ചതെന്നുള്ളത്. ഇന്നിപ്പോ അവരെനിക്കൊരു സമൻസ് തന്നിട്ടുണ്ട്. ഇതിപ്പോ ഓൾറെഡി വണ്ടിയുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും സാധനങ്ങളും അവർ കൊണ്ടുപോയി. അതെല്ലാം കൊണ്ടുപോയി RT ഓഫീസറും വന്ന് ഇൻസ്പെക്ട് ചെയ്തു, ജെന്യുവൻ ആണെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഇനി ഞാൻ അവിടെ ചെന്ന് എനിക്കൊരു 4:30 ആകുമ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതായത് ഞാൻ ഈ വണ്ടികളിൽ എന്തൊക്കെയാണെന്ന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം കൊടുക്കണം, സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ ഇന്ന് 4:30 പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവര് ചെയ്തത് വണ്ടി ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്തു, RT ഓഫീസേഴ്സിനെ വിളിച്ചു. ആ RT ഓഫീസേഴ്സിന്റെ കയ്യിലുള്ള മെഷീനിൽ കറക്റ്റായിട്ട് വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും കാണാൻ പറ്റും. കാര്യം ഇത് ഇവർക്ക് പിടിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അവസാന സമയങ്ങളിൽ കൊണ്ടുവന്ന വണ്ടികളെല്ലാം ഈ 2024-25 രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഇപ്പൊ എന്റെ വണ്ടിയുടെ ആ ഷാസി നമ്പറും വെച്ച് RTOക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഇറ്റ് വാസ് രജിസ്റ്റർഡ് 1999. അതായത് 25 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിലുള്ള വാഹനങ്ങളാണ്. പക്ഷെ അതെല്ലാം അവർ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അപ്പൊ നമ്മളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു. ഇനിയിപ്പോ ഞാൻ അവിടെ ചെന്ന് അവർക്ക് റിട്ടേൺ ആയിട്ട് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അല്ലല്ല, ഇത് ആദ്യമേ രജിസ്റ്റർ ചെയ്യണ സമയത്ത് അവർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള FS പേപ്പേഴ്സ് എല്ലാം അവർ കൊടുക്കും. അത് 1999 ഡൽഹി അവിടെ രജിസ്റ്റർ ചെയ്ത് അവർ കൈപ്പറ്റിയതാണ്. ഇതിനു മുമ്പും ഇത് 6 മാസം മുമ്പ് 1 പ്രാവശ്യം മുമ്പ് ഇതേപോലെ തന്നെ റെയ്ഡ് ചെയ്താണ്. ഒരു കഴിഞ്ഞ നവംബറിൽ ഇതുപോലെ തന്നെ വന്ന് ഒരു കസ്റ്റംസ് വിവേക് എന്ന് പറയുന്ന ആള് വന്നു. ഇതിന്റെ എല്ലാം ഡോക്യുമെന്റ്സ് നമ്മളെല്ലാം കൊണ്ടേ കൊടുത്താണ്. അതെല്ലാം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ ഭൂട്ടാൻ സ്മഗ്ലിംഗ് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ട് വന്നപ്പോ വീണ്ടും എടുത്തിട്ട് എനിക്കറിയാം ആ കാര്യം. നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഏകദേശം ഞാൻ ലാൻഡ് ക്രൂസർ ഓണേഴ്സിന്റെ ഗ്രൂപ്പിലുണ്ട്. പിന്നെ ഉള്ള ആൾക്കാരുടെ എല്ലാം അറിയാം. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പെട്ടെന്ന് കുറെ വാഹനങ്ങൾ വരുന്നു, ഒരു പരിചയമില്ലാത്ത വാഹനങ്ങൾ. കാര്യം ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഓണേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയം ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു വാഹനം നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ എന്തായാലും പുതിയ വന്നേക്കണല്ല, ഇതൊന്നും പുതിയ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പൊ ഇതെങ്ങനെയൊക്കെയോ മാൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ വന്നതാണ് എംബസികളിൽ. അപ്പൊ ഇതെല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം കഴിഞ്ഞ നവംബറിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം കൊടുത്താണ്. റഷ്യൻ എംബസി എന്നാണ് പറഞ്ഞത്. ഇത് ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് തന്നെ ഒരു 100 പേരുണ്ട്. അത് ഞങ്ങൾക്ക് ഞാനിപ്പോ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഒരു 6-7 വർഷമായി. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ഞങ്ങൾ അറിയാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ട് ഇവര് തന്നെ എവിടെയെങ്കിലൊക്കെ ലാൻഡ് ക്രൂസർ കാണുമ്പോൾ പോസ്റ്റ് ചെയ്യുമല്ലോ. എനിക്ക് അതിൽ ആഡ് ചെയ്തേക്കണല്ല, അവരെവിടെയെങ്കിലൊക്കെ കാണുമ്പോൾ ഫോട്ടോ ഇടുമ്പോൾ കേരളത്തിൽ നിന്ന് കാണുന്നുണ്ട്, ഇവിടെ നിന്ന് കാണുന്നുണ്ട്. പക്ഷെ മിക്ക വണ്ടികളുടെയും കാണുമ്പോൾ നമുക്കും ഡൗട്ട് തോന്നി. ഇതൊന്നും കാര്യം വാഹനം അടിച്ചു വെക്കുമ്പോൾ രജിസ്ട്രേഷൻ 2024. അതെങ്ങനെ 2000 മോഡൽ വാഹനത്തിന് 2024 രജിസ്ട്രേഷൻ വന്നത്? അപ്പൊ പുതിയതായിട്ട് അവര് എങ്ങനെയോ മാൽ പ്രാക്ടീസ് പൈസ കൊടുത്ത് ഉണ്ടാക്കിക്കൊണ്ടല്ലേ? അല്ല, എനിക്ക് അതിന്റെ എന്താന്നുള്ള എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഓഫീസർ പറഞ്ഞത് കേരളത്തിൽ നിന്ന് 1-2 വണ്ടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ വന്നപ്പോ എല്ലാ ഡോക്യുമെന്റ്സും ഇൻക്ലൂഡിംഗ് RT ഉൾപ്പെടെ വന്ന് രജിസ്ട്രേഷൻ ഡേറ്റ് ഉൾപ്പെടെ 1999. കാരണം 1999 ഇന്ത്യയിൽ വന്ന വാഹനമാണത്. അത് ആക്ച്വലി അതെന്താ പറ്റിയ വെച്ചാല് അഡ്വക്കേറ്റ്സ് വന്ന ഉടനെ തന്നെ അവർ ചോദിച്ചു വാറണ്ട് കാണണം, എന്താണ് നിങ്ങൾ. അപ്പൊ അവർ വാറണ്ട് കൊടുക്കാനായിട്ട് സമ്മതിച്ചു. അപ്പോൾ വാറണ്ട് കൊടുക്കാൻ വിസമ്മതിച്ച് പറഞ്ഞു ഞങ്ങൾക്കത് ലീഗലാണോ, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു ഓഫീസർ പെട്ടെന്ന് അഡ്വക്കേറ്റിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ആ ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു അഡ്വക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതിനും അയാൾ ക്വസ്റ്റ്യൻ ചെയ്തു, എന്ത് അധികാരത്തിലാണ് ചോദിച്ചതെന്നുള്ളത്. എനിക്ക് 7 പേര് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത്. എന്നെ അറസ്റ്റ് ചെയ്യാനല്ലേ, എന്തെങ്കിലും ഇപ്പൊ എന്നെ കൊണ്ടുപോയില്ലേ? ഇല്ല, എന്റെ അടുത്ത് പറഞ്ഞു ഡോക്യുമെന്റ്. അവർക്ക് മനസ്സിലായി. അവർക്കും അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടൊയോട്ടയെന്ന്, നമ്മുടെ നിപ്പോൺ ടൊയോട്ടയിലൊരു നിഖിൽ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ആണ് വർക്കിന്. ആ വണ്ടി ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാഹനം ഇതുപോലെ ഇഷ്യൂസ് ആയപ്പോൾ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പിന് വേണ്ടി എന്റെ അടുത്ത് വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇന്നിപ്പോ അവര്
കൊണ്ടുപോയി. അത് ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്കൊരു ഡൗട്ട് തോന്നിയിട്ട് അല്ല, ഇവിടെ എന്റെ വീട്ടിൽ വന്നപ്പോ ഈ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെ ഉണ്ടായത്. ലിസ്റ്റിലുള്ള വണ്ടി അല്ല 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 അല്ല, ഇല്ല കൊണ്ടുപോയില്ല. അത് ആ വണ്ടി ഇന്ത്യൻ ഇൻവോയ്സ് വാഹനമാണ്. അതായത് ഇന്ത്യയിലെ ഷോറൂമിൽ നിന്ന് തന്നെ എടുത്തതിന്റെ ഡോക്യുമെന്റ്സ് സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പൊ കൊടുക്കുകയും ചെയ്തു അവർക്ക്, പ്രാഡോട്. അപ്പൊ ആ ഇൻവോയ്സ് ഷോപ്പിൽ ഇതിന് വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. അതെ അതെ. അല്ല, പ്രാഡോ എന്റെ ഇവിടുത്തെ മറ്റേ വണ്ടി ലെക്സസ്. അതെ അതെ, വർക്ക്ഷോപ്പിൽ വർക്കിന് വേണ്ടി. അപ്പൊ അത് കണ്ടറിയാം, എന്റെ അഴിച്ചിട്ടേക്കായിരുന്നു അതിന്റെ ഉള്ളിലല്ലാതെ.